ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, വെസ്റ്റ് ബംഗാളിൽ വളരെ സ്പീഡിൽ കാര്യങ്ങൾ സുവേന്ദു അധികാരി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നലെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ചർച്ച ചെയ്ത അല്ലെങ്കിൽ കൊടുത്തൊരു വാർത്ത, ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തൊരു വാർത്ത, അവിടെ 500-ലധികം കേസുകൾ റീ ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 181 FIR പുതിയതായിട്ട് ഇട്ടിട്ടുണ്ട്. ക്ലോസ് ചെയ്ത 400 കേസുകൾ വീണ്ടും തുറന്ന് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതെല്ലാം ബംഗാൾ 2021 വയലൻസുമായി ബന്ധപ്പെട്ടതാണ്. TMC 2021 അവിടെ അധികാരത്തിലേറിയപ്പോൾ അവിടെ നടന്ന വയലൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അന്ന് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ഈ വയലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പോരാത്തതിന് രാജ്യത്തുടനീളം അല്ല, വെസ്റ്റ് ബംഗാളിലുടനീളം ഈ ബംഗ്ലാദേശി നാഷണൽസിനെ കണ്ടുപിടിക്കാനുള്ള വമ്പൻ റെയ്ഡുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിംത നോർത്ത് 24 പർഗാനാസിൽ റെയ്ഡിൽ 8 സസ്പെക്റ്റഡ് ആയിട്ടുള്ള ബംഗ്ലാദേശി നാഷണൽസിനെ പിടികൂടിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഫേക്ക് ആധാർ, പാന്, വോട്ടർ ID, പിന്നെ ബംഗ്ലാദേശി ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് പോരാഞ്ഞിട്ട് ഈ CAA കർശനമായി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ഹോം മിനിസ്ട്രി ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അത് മാത്രമല്ല, ഇതെല്ലാം പുറത്തു വരുമ്പോഴും ഒരു സൈഡിൽ കലാപത്തിനുള്ള നീക്കങ്ങളും സജീവമായിട്ട് ഈ ബംഗാളിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തൊരു വാർത്ത, 7 point ക്രോസിംഗ് ഇൻ പാർക്ക് സർക്കസ് കൊൽക്കത്ത ഡ്യൂറിംഗ് പ്രൊട്ടസ്റ്റേഴ്സ് ഓവർ റെസ്ട്രിക്ഷൻസ് ഓൺ ലൗഡ് സ്പീക്കേഴ്സ്, പബ്ലിക് prayers, കുർബാനി ആൻഡ് റീസൺ ബുൾഡോസർ ആക്ഷൻ ബൈ ദ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ്. വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന്റെ ഇപ്പോ സുവേന്ദു അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം ലൗഡ് സ്പീക്കേഴ്സിനെതിരെ എടുത്ത നടപടി, ഈ റോഡിൽ നമസ്കരിക്കുന്നതിനെതിരെ എടുത്ത നടപടി, കുർബാനി, പിന്നെ റീസെന്റ് ബുൾഡോസർ ആക്ടിനെതിരെയൊക്കെയുള്ള ഒരു വലിയൊരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയും ഈ പ്രതിഷേധം പിന്നീട് പോലീസിനെ ആക്രമിക്കുന്നതിലേക്ക് മാറുകയും ചെയ്തു. വലിയൊരു കലാപത്തിന് ഒരു നീക്കമായിരുന്നു അവിടെ നടത്തിയത്. പക്ഷേ ഈ പ്രൊട്ടസ്റ്റേഴ്സ് അല്ലാഹു അക്ബർ സ്ലോഗൻസ് ഉയർത്തി പോലീസിന് നേരെ സ്റ്റോൺ പെൽറ്റിംഗ് നടത്തുകയും ഇവർ വെഹിക്കിൾസ് മൊത്തം ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഇതോടുകൂടി ഈ പോലീസ് നേരത്തെയൊക്കെ പ്രൊട്ടസ്റ്റേഴ്സ് പോലീസിന് നേരെ വന്നാൽ പോലീസ് തിരിഞ്ഞോടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സംഭവിച്ചത്. പോലീസ് ഇവരെ സമ്പൂർണ്ണമായിട്ട് അടിച്ചു ചുരുട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ മൊത്തത്തിൽ വെസ്റ്റ് ബംഗാൾ ഒരു സൈഡിൽ നിന്ന് ശുദ്ധീകരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് മതമൗലികവാദികൾ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണോ? ഇവിടെ മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു, പല ഭാഗത്തും ഇവർ ഇതുപോലെ തെരുവിലിറങ്ങുന്നുണ്ട്, ഇവർ ഇതുപോലെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നുണ്ട്, ഇവർ ഇതുപോലെ പോലീസിനെ ആക്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് വെസ്റ്റ് ബംഗാളിലെ ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്നലെ എത്ര മാധ്യമങ്ങൾ അത് കൊടുത്തു അറിയത്തില്ല, ഒരു ഗംഭീര വാർത്ത ഉണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാളില് ആദ്യമായിട്ട് സർക്കാർ മന്ദിരങ്ങളിൽ അശോക സ്തംഭത്തിന്റെ എംബ്ലം പതിപ്പിക്കുന്ന ഒരു വാർത്ത. കാരണം വെസ്റ്റ് ബംഗാളിൽ ഇതുവരെ വെസ്റ്റ് ബംഗാളിന്റെ എംബ്ലം ആയിരുന്നു പതിപ്പിച്ചിരുന്നത്. സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ അശോക സ്തംഭം പതിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. അതൊന്നും ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിനകത്ത് ഒരു സ്റ്റേറ്റ് ആണ്, ആ സ്റ്റേറ്റ് ഒരു രാജ്യം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് മമതയെ അടിച്ചൊതുക്കുന്നതിന് ഒരു പ്രതിഷേധം പോലും ഈ രാജ്യത്ത് ഒരു ജനവും ഉയർത്താഞ്ഞത്. കാരണം അവർക്കറിയാം അതൊരു രാജ്യം പോലെയാണ് മമത കൊണ്ടുനടന്നത്. സ്വന്തമായി ആധാർ കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട് പാർട്ടി ഓഫീസിൽ തന്നെ ആധാർ കാർഡ് സൂക്ഷിച്ചു വെക്കുന്നതിന്റെ വാർത്തയൊക്കെ ഇന്നലെ കൊടുത്തിരുന്നു. നമ്മൾ ന്യൂസിന്റെ മലയാളത്തിൽ അത് പോയിരുന്നു ആ വാർത്ത. ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഈ ഒരു രീതി, അതായത് ഒരു രാജ്യം ആയിരുന്നു ഇത്രയും നാള് ബംഗാള്, ഒരു സംസ്ഥാനം ആയിരുന്നില്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സുവേന്ദു അധികാരി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്നലെ അദ്ദേഹം ചെയ്തൊരു കാര്യം, പോലീസുകാർക്ക് കുറച്ചുകൂടെ ആത്മവീര്യം പകരുന്ന രീതിയിൽ ഈ സംഘർഷമുണ്ടായ സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷന് വരെയും വലിയ ആക്രമണം ഉണ്ടായി. ആ സംഘർഷമുണ്ടായ സ്റ്റേഷനിലേക്ക് അദ്ദേഹം അവിടെ എത്തി, സുവേന്ദു അധികാരി അവിടെ എത്തുകയും അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ നയം 0 ടോളറൻസ് ആണ്. എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ കുറച്ചാൾക്ക് കമ്മീഷണർ പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എന്താണ്, കാക്കി ഇട്ടവനെ തൊട്ടാൽ തൊടുന്നവനെ വേദനിക്കൂ, നിനക്കൊന്നും വേദനിക്കില്ല എന്ന് പറഞ്ഞിട്ട് കമ്മീഷണർ വന്നിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. കമ്മീഷണറിലാണോ തലസ്ഥാനം സിനിമയിലാണോ എന്നറിയില്ല, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അതിന് സമാനമായ രീതിയിലാണ് സുവേന്ദു അധികാരി അവിടെ വന്നിട്ട് ആ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, പോലീസ് ക്രമസമാധാന പരിപാലനത്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്, അവരുടെ ദേഹത്ത് ഒരു പോറലേൽപ്പിച്ച് അവരെ പിന്നെ വെച്ചോണ്ടിരിക്കില്ല, 0 ടോളറൻസ് ആണ് നമ്മുടെ നയം എന്ന് പോലീസ് സ്റ്റേഷൻ. എന്നിട്ട് അദ്ദേഹം അടുത്ത ഡയലോഗ് പറയുന്നത്, സാധാരണ എനിക്കിത് ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല, ഞാനൊരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓഫീസർമാർ എനിക്ക് റിപ്പോർട്ട് തരും അവിടെ വന്ന്, ഇല്ലെങ്കിൽ എനിക്ക് അവരോട് അവിടെ വിളിച്ച് കാര്യം തിരക്കാം. ഞാൻ ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നയം ഇവിടെ വെച്ച് പബ്ലിക്കിൽ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രവുമല്ല, അവരുടെ മന്ത്രിമാർ തന്നെ പറയുന്നു, ഒരു ബുൾഡോസർ ഞങ്ങൾ വളരെ വ്യാപകമായി ഇറക്കും. ഇന്നലെ നമ്മുടെ ഈ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ വീട്ടില് കൽക്കത്ത മുനിസിപ്പാലിറ്റി നോട്ടീസ് പതിച്ചു.
അനധികൃതമായിട്ട് ഉള്ള കെട്ടിടങ്ങളാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ശാന്തിനികേതൻ എന്നാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ പേര്. ഈ പറയുന്ന അഭിഷേക് ബാനർജി വലിയൊരു കൊട്ടാര സമാനമായ വീടാണ്. ആ വീട് റോഡിലേക്ക് ഇറക്കിയാണ്. അതിനെക്കുറിച്ച് കേസ് കിടപ്പുണ്ട്, ഓൾറെഡി കേസുണ്ട്. മുനിസിപ്പാലിറ്റി ഫണ്ട് ഇതൊക്കെ കൊടുത്തിരുന്നതാണ്. അത് ഉൾപ്പെടെ 42 തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായി നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇങ്ങനെ പോകുന്നു അവിടുത്തെ ഒരു കാര്യം. പിന്നെ രണ്ടാമത് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ബംഗാളിനെ കുറിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥയോട് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനവർ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ബംഗാളിൽ OBC സംവരണം എടുത്തു കളഞ്ഞു എന്ന സംഭവം. ശരിയാണ്, ആ വാർത്ത പകുതി വെന്ത വാർത്തയാണ്. സംഭവം സത്യമാണ്, പകുതി സത്യമാണ്, അർത്ഥസത്യമാണത്. OBC സംവരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംവരണം എടുത്തു കളഞ്ഞതല്ല, നിർത്തിവെച്ചിരിക്കുന്നു. എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ 2011 ശേഷം ഈ OBC ലിസ്റ്റിൽ അനധികൃതമായിട്ട് ഒരുപാട് പേര് കടന്നുകൂടി ഈ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട്. അപ്പൊ 2011 മുതലുള്ള ജാതി സർട്ടിഫിക്കറ്റുകളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ രീതിയിൽ തന്നെ ബംഗ്ലാദേശികളും മറ്റുള്ളവരും അനർഹർ ഒരുപാട് പേര് ഈ ലിസ്റ്റിൽ കടന്നുകൂടി. ഈ OBC-കാരുടെ ലിസ്റ്റിൽ, ഈ പിന്നോക്കക്കാരുടെ സംവരണം തട്ടിയെടുക്കാൻ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ്. എന്നിട്ട് സുവേന്ദു അധികാരി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ ആരാണോ അവരിൽ നിന്ന് ഇതിന്റെ നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് മാത്രമല്ല, അവരെ സർവീസിൽ നിന്ന് തന്നെ അപ്പം പിരിച്ചുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു ഓഫീസറായിരിക്കും, വലിയ ഓഫീസറോ മറ്റോ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് മുഴുവൻ ഇല്ലാതെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് തരത്തിലാണ്? അപ്പം ആ വാർത്തയുടെ കണ്ടന്റ് ഇതാണ്. അതായത് അനധികൃതമായിട്ട് പലരും ഈ OBC സംവരണം നേടിയെടുക്കുന്നുണ്ട്. അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ വന്നപ്പം OBC സംവരണം വെസ്റ്റ് ബംഗാൾ എടുത്തു കളഞ്ഞു എന്നാണ് ആ വാർത്ത തലക്കെട്ട് കൊടുത്തിരുന്നത്. താഴോട്ട് പറയുമ്പോൾ ഇത് ഞാനീ പറഞ്ഞ കാര്യം ഇട്ട് പറയുന്നുമില്ല. ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ മമതാ ബാനർജിയുടെ ഉൾപ്പെടെയുള്ളവരുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. കാരണം അവരുടെ LLB വ്യാജമാണ് എന്ന് നേരത്തെ തന്നെ വന്നിരുന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ആധികാരികമായി അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2021 ശേഷമുള്ള എല്ലാ ക്രിമിനൽ കേസുകളും അന്വേഷിക്കാൻ തീരുമാനമായിട്ടുണ്ട്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ 2021 ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ ഈ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു UDF-ന്റെ. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആലപ്പുഴയിൽ ഈ പിണറായി വിജയന്റെ നവകേരള യാത്ര വന്നപ്പോൾ ഈ പോലീസുകാർ ഒരു യുവാവിനെ മർദ്ദിച്ചിരുന്നു ക്രൂരമായിട്ട്. അപ്പൊ VD സതീശൻ പറയുന്നത് അത് ഞങ്ങൾ കേസ് പ്രവർത്തനം അത് ഞങ്ങൾ റീഓപ്പൺ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. റീഓപ്പൺ ചെയ്യുകയാണ് കാരണം എന്ന് പറയാം. അപ്പൊ വലിയ കയ്യടിയാണ് VD സതീശൻ ഈ കേരളത്തിൽ കിട്ടിയത്. സമാനമായ കാര്യം തന്നെയാണ് സുവേന്ദു അധികാരി ബംഗാളിലും ചെയ്യുന്നത്. 2021 1.25 ലക്ഷത്തോളം ഹിന്ദുക്കൾക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആസാമിലേക്ക്. ലക്ഷക്കണക്കിന് പേരെ മർദ്ദിച്ച് അവശരാക്കിയിട്ടുണ്ട്. 58 പേരുടെ കൊലപാതകം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഇരട്ടി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. വീടുകൾ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അത് അന്വേഷിക്കേണ്ടതല്ലേ? ഇവിടെ ഒരു അടി നടന്നതിനെയാണ് VD സതീശൻ റീഓപ്പൺ ചെയ്യുന്നത്. നല്ല കാര്യം തന്നെയാണത്, വളരെ നല്ല കാര്യം തന്നെ. പോലീസിന്റെ ആ ക്രൂരതയ്ക്കെതിരെ അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ആ അദ്ദേഹത്തിന് കൊടുക്കുന്ന കൈയുടെ സുവേന്ദു അധികാരിക്കും കിട്ടേണ്ടതാണ്. കാരണം 2021 അതിൽ മാത്രം ഒരു വംശഹത്യയുടെ രൂപത്തിലായിരുന്നു നമ്മുടെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യം, അത് മമതയുടെ രാജ്യം എന്ന് തന്നെ നമ്മളതിനെ ബംഗാളിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കും. നമ്മൾ സാധാരണ സ്റ്റാലിന്റെ രാജ്യം എന്നൊക്കെ നമ്മൾ ഒരു ആലങ്കാരികമായിട്ടാണ് പറയുന്നതെങ്കിൽ, പക്ഷെ ബംഗാളിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം അവിടെ ബംഗാളിന്റെ ചിഹ്നം, ബംഗാളിന്റെ ഗാനം എന്താണ്, ബംഗാളി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് മമത ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് തന്നെ. അപ്പം അത് പറഞ്ഞിട്ട് അത് ഒരു പ്രാദേശിക വികാരം ഇളക്കി വിട്ടുകൊണ്ട് മുമ്പോട്ട് പോയി. പ്രാദേശിക വികാരത്തിന് തമിഴ്നാട്ടിൽ എന്താണ് നടക്കുന്നത്, അവിടെ അത് തന്നെ നടക്കുന്നത്. തമിഴ് വികാരം ആളെ കത്തിച്ചുകൊണ്ടാണ് DMK ഇക്കാലം അത്രയും നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ മറ്റൊരു ഫോമിലേക്ക് വിജയ് എത്തിയിരിക്കുന്നു. വിജയ് നാളെ മറ്റന്നാളെ കണ്ട് വെലുപ്പുള്ള പ്രഭാകരന്റെ LTT തലവൻ അദ്ദേഹത്തിന്റെ ചരമദിനത്തിന്റെ ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹം കാണിക്കുന്നത് ഒരു ബുദ്ധിമോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് പൊളിറ്റിക്സ് അറിയില്ല. ഒരു പക്ഷെ താൽക്കാലികമായ ചില കൈയടികൾ അദ്ദേഹത്തിന് കിട്ടുമായിരിക്കാം. കാരണം ഈ വെലുപ്പുള്ള പ്രഭാകരനെ കൊണ്ടു നടക്കുന്നതിൽ തമിഴിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുൻപന്തിയിലാണ്. DMK, പാട്ടാളി മക്കൾ കക്ഷി, രാംദാസ്, ഇവരെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇവരൊക്കെ വളരെ കാലം ഇത് ആഘോഷിച്ചാണ്. ജന്മദിനം ആഘോഷിക്കുമായിരുന്നു, ചരമദിനം ആചരിക്കുമായിരുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ വിജയ് അത് വരുന്നു എന്നുള്ള താൽക്കാലിക കൈയടിയല്ല. അതിന് നാഷണൽ ലെവലിൽ കിട്ടുന്നത് ഒരു എന്താണ്, ആന്റി നാഷണൽ എന്നൊരു ഇമേജ് കിട്ടും. അവിടെയാണ് അത് സംഭവിക്കുന്നത്. കാരണം ഒരു ഭരണാധികാരി രാജ്യത്തിന്റെ മാത്രമാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വിജയ് നാഷണൽ ലെവലിൽ എനിക്ക് തോന്നുന്നത് അല്ല, നാഷണൽ ലെവലിൽ നിന്ന് അല്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു മുഖ്യമന്ത്രിക്ക് മറ്റിടങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടുമ്പോഴേ അവർക്ക് മുമ്പോട്ട് പോകാം. ഇപ്പൊ മമതാ ബാനർജിക്കെതിരെ ഈ കേന്ദ്രത്തിന്റെ ഭാഗത്ത് വലിയ നടപടികൾ നേരിടേണ്ടി വന്നു, സൈനികപരമായി അല്ലാതെ. പക്ഷെ മമതാ ബാനർജി സപ്പോർട്ട് ചെയ്യാൻ എവിടെയെങ്കിലും ഒരു സംഘടന രംഗത്ത് വന്നായിരുന്നു ഈ രാജ്യത്ത്? ഇല്ല. കാരണം എന്താണ്? അവരൊരു പ്രശ്നക്കാരിയാണ്, അവര് ഇതിനൊക്കെയുള്ള സ്വച്ഛാധിപതിയാണ് എന്നൊരു ഇതുള്ളതുകൊണ്ട്, ഒരു ടാഗ് അവർക്ക് ഉള്ളത് കൊണ്ടാണ്.
വിജയെ സംബന്ധിച്ച് നാളെ ഒരു അടുത്ത നടപടിയിലേക്ക്, ഒരു ഭീകരവാദ വിരുദ്ധ നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനം പറയും വേണ്ടതാണ് എന്ന് തന്നെ പറയും. കാരണം ഇദ്ദേഹം പരസ്യമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കുകയും അതിനു വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. വേലുപ്പിള്ള പ്രഭാകരൻ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ടോ? ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പട്ടാളി മക്കൾ കക്ഷിയൊക്കെ ഇതിന്റെ ഒരു ലേബൽ ഉയർന്നു വന്ന പാർട്ടിയാണ്. ഇപ്പൊ അവർക്ക് 2 MLA മാരൊക്കെ ഉണ്ട്. അവർ വിജയുടെ സർക്കാരിലുണ്ട്. അവർ എനിക്കൊന്ന് അവരുടെയൊക്കെ ഇൻഫ്ലുവൻസിലായിരിക്കണം ഈ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സർക്കാർ പിന്തുണ കൊടുക്കുമല്ലോ വിജയ്ക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റി നാഷണൽ എന്ന് പറഞ്ഞ ഇത് വന്നാലും കോൺഗ്രസ് പിന്തുണ കൊടുക്കില്ലേ? അല്ല, കോൺഗ്രസിന് വളരെ വിചിത്രമായ കാര്യമാണ്. ഈ LTT-ക്കാർ തന്നെ കൊലപ്പെടുത്തിയ അച്ഛനാണ് രാഹുൽ ഗാന്ധിയുടെ. രാജീവ് ഗാന്ധി കൊലപ്പെടുത്തിയ LTT ആണ്. അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഇപ്പോൾ ഇത് പോകുന്നത്. കോൺഗ്രസിന് ഞാൻ പറഞ്ഞില്ല, അവരുടെ ഒരു നിലപാടുകളിൽ സോണിയ ഗാന്ധി ജയിലിൽ കിടക്കുന്നു. നളിനിയോടും ഒക്കെ ക്ഷമിച്ചിരുന്നു. അപ്പം നളിനിയോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-32 കൊല്ലം അകത്ത് കിടന്നു, 35 വർഷം അകത്ത് കിടന്നു. പ്രസവം അകത്ത് തന്നെയായിരുന്നു, ജയിലിനകത്ത് തന്നെയൊക്കെ ആയിരുന്നു അവരുടെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പൊ അവര് പോകുന്നു. ഒരു സ്റ്റാൻഡ് അവർക്കില്ലല്ലോ. അവർ ഉള്ള അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന ഒരു നിലയിലേക്ക് ഇപ്പൊ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അവര് ഇപ്പൊ ഇവിടെ വിജയിക്ക് പിന്തുണ. ഇന്നലെ കഴിഞ്ഞ ദിവസം സ്റ്റാലിനായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഭാവി കോൺഗ്രസുമായിട്ട് ഒത്തുപോകുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ പക്ഷെ ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമുക്കൊരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് എന്റെ സ്റ്റേറ്റ് എന്റെ രാജ്യമാണെന്ന് ചിന്തിക്കാൻ പോകുന്നിടത്താണ് ഇതിന് പരാജയങ്ങൾ സംഭവിക്കുന്നത്. കാരണം ഓരോ മുഖ്യമന്ത്രിയും മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള പിന്തുണ കൂടി ആർജിക്കുമ്പോഴാണ് അതിന് മുൻപോട്ട് പോകാനും കഴിയുന്നത്. ഈ 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വിജയുടെ കാര്യം സൂചിപ്പിച്ചത് വിജയുടെ ഒരു രാഷ്ട്രീയ പക്വതക്കുറവ് പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. പല കാര്യങ്ങൾക്കുണ്ട്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതക്കുറവെന്ന് നമുക്ക് ഒറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം കയറിയതേ ഉള്ളൂ, എക്സ്പീരിയൻസ് ഇല്ല. അതൊരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു വക പഠിച്ച് വരുമായിരിക്കും. എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് വേണ്ടത്, എവിടെയൊക്കെയാണ് വേണ്ടാത്തത് എന്നൊക്കെ ഉള്ളത് അറിയുമായിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് വെസ്റ്റ് ബംഗാളിൽ 2011 തൊട്ട് മമത പുതിയൊരു രാജ്യമുണ്ടാക്കി ബംഗ്ലാദേശുമായിട്ട് മമതയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് അന്നോട്ടെ കേൾക്കുന്നതാണ്. ബംഗ്ലാദേശുകാരിയാണ് ഈ മമത എന്നാണ് അവിടുത്തെ ജനം തന്നെ പറയുന്നത്. മമത ബീഗം എന്നാണ് അവർ പറയുന്നത്. മമത ബാനർജി അല്ല, മമത ബീഗം എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഇവരുടെ കുടുംബം എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ബാനർജി ബ്രാഹ്മിൺസ് ആണ്. അപ്പൊ ചോദിക്കുന്നത് ഇവരുടെ കുടുംബം എവിടെയാണ്? നമ്മുടെ അപ്പനും അപ്പൂപ്പനൊക്കെ ഒരു ലിസ്റ്റ് കാണുമല്ലോ. നമ്മുടെയൊക്കെ ഒരു പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് നമ്മുടെ അപ്പനെ അറിയാം, അപ്പന്റെ അപ്പനെ അറിയില്ല, അപ്പനെ അറിയാം. ഇത് എവിടെയെന്ന് അവർ ചോദിക്കുന്നു. അപ്പൊ അതിനൊരു ഉത്തരമില്ല. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശി വിഭജന കാലഘട്ടത്തിൽ അവിടുന്ന് വന്ന വിഭാഗങ്ങളുണ്ട് ഒരുപാട് പേര്, ബംഗാളി ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട്. ആ കൂട്ടത്തിൽ വന്നതാകാം, ഒരു പക്ഷെ അറിയില്ല. ഏതായാലും മമത സർക്കാർ വീണപ്പോൾ ബംഗാളിലില്ലാത്തതിനേക്കാൾ വലിയ പ്രതിഷേധമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങുന്നു, മമതയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നു. വലിയ പൂകിലാണ് അവിടെ നടക്കുന്നത്. അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഇതൊരു ലിങ്കാണ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പൊ ഈ കലാപം ഉണ്ടാക്കാൻ നേരത്തെ തന്നെ ശ്രമം നടന്നിരുന്നു ഭരണം പോയി കഴിഞ്ഞാൽ. പക്ഷെ അവർക്ക് പണി പാളിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേന്ദ്രം വലിയ രീതിയിൽ തന്നെ ഏതാണ്ട് ഒരു 2.5-3 ലക്ഷത്തോളം സൈനികരെ അവിടെ വിന്യസിച്ചു. അതൊരിക്കലും മമത പ്രതീക്ഷിച്ച് കാണില്ല, അങ്ങനെ ഒരു മാസ് മൂവ്മെന്റ്. അത് ഒരു കാരണക്കാരി മമത തന്നെയാണ്. ഈ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ജഡ്ജിമാരെ തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തതോടൊപ്പം സുപ്രീം കോടതിക്ക് കാര്യം മനസ്സിലായി. കാരണം ഇവിടെ നേരെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് പട്ടാളമോ എന്ത് കുന്തോ വിട്ടിട്ട് ഇത് സംഭവം ശരിയാക്കുക. കാരണം ഇവന്മാര് വലിയ പ്രാന്തന്മാരെ ജഡ്ജിമാരെ തടഞ്ഞു വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കുക. ഇങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ പോകുന്നത്. പലയിടത്തൊന്നും ഇതേ കണക്ക്. പിന്നെ ചില വീടുകളിൽ ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള ചില തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ റെയ്ഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് തുരങ്കം പോവുകയാണ് ബംഗ്ലാദേശിലേക്ക്. ഒരു നദിയിലേക്കാണ് ഈ തുരങ്കം പോകുന്നത്. അപ്പൊ അപ്പുറത്തുനിന്ന് ബംഗ്ലാദേശികൾ വരുന്നു, ഈ തുരങ്കത്തിനകത്തൂടെ കയറി ഇപ്പുറത്ത് വെസ്റ്റ് ബംഗാളിൽ എത്തുന്നു. അപ്പൊ തന്നെ അവന് 500 രൂപയാണ് ആധാർ കാർഡിന് റേറ്റ് മേടിക്കുന്നത്. ഇവനെ ഇന്ത്യൻ ആക്കാൻ വേണ്ടി മേടിക്കുന്ന 500 രൂപ ലോക്കൽ നേതാക്കൾ ഒരാളെ. ഒരു ബംഗ്ലാദേശി ഇവിടെ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെരുമ്പാവൂരും കേരളത്തിലുമൊക്കെ ഈ ഇപ്പൊ പറയുന്നില്ല ബംഗാളികളെ കിട്ടുന്നില്ല, ബംഗാളികളെ കിട്ടാത്തതല്ലത്, അത് പകുതി കൂടുതലും ബംഗ്ലാദേശികളാണ്. അവർ ബംഗാളി എന്ന് ഇവിടെ വന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതിനകത്ത് ഒരു സാഹചര്യം. ബാക്കിയുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ അവിടെ ഒരു വിളവെടുപ്പിന്റെ കാലഘട്ടമൊക്കെയാണ് വെസ്റ്റ് ബംഗാൾ. ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ, അടിമപ്പണി ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല കൂലിയൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയുന്നു. അങ്ങനെ ചില കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഏതായാലും ബംഗാൾ ഇന്നും നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു 1-2 ദിവസം കൊണ്ട് ബംഗാൾ ക്ലിയർ ആക്കാൻ പറ്റില്ല. ദിവസങ്ങളോ മാസങ്ങളോ ഒരുപക്ഷെ വർഷങ്ങളോ എടുത്തേക്കാം. കാരണം അതിനും മാത്രം അവിടെ ഈ താഴെ തട്ടിലേക്ക് ഈ ഭീകര സംഘടനകളുടെ, മതമൗലികവാദികളുടെ, ഇല്ലീഗലായിട്ട് കടന്നു വന്നവരുടെ ഒക്കെ വേരുകളുണ്ട്. ഇതിനെയൊക്കെ കണ്ടെത്തി ഇല്ലാതാക്കുക. അതുവരെ സുവേന്ദു അധികാരിക്ക് റെസ്റ്റ് ഉണ്ടായില്ല. അതുവരെ ഇതുപോലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും.